ഒന്ന് ഇറങ്ങിക്ക സാറേ. പകൽ വെളിച്ചത്തിൽ മുഖമൊന്ന് കണ്ടോട്ടെ. ഓർക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? ഓർക്കുന്നുണ്ടോ ആ ബാറും ആ വെയിറ്ററും നവംബർ 18 രാത്രിയും? അയ്യോ ആശാന, ഞാനത് വെള്ളം ഒടിച്ച് ഫിറ്റായിട്ട് എന്തൊക്കെ ചെയ്തു പോയാ, ക്ഷമിക്കണം കേട്ടോ. അതിനെന്നാ, ഇപ്പഴും കുടിക്കാമല്ലോ. ഇങ്ങനെ കിടാ, ദേ സാറിന്റെ ബ്രാൻഡാ. അല്ല, ഞാൻ വെള്ളമൊടിയൊക്കെ നിർത്തി, അതുകൊണ്ട്. നാണക്കേട്. സാറ് കുടിക്കുന്നില്ലേ? കുഞ്ഞിന് കൊടുത്തേക്കാം. വേണ്ട വേണ്ട, സാറ് കുടിച്ചോളൂ. കുടിക്കു സാറേ. എന്നാ കുടി. അയ്യോ, ഞാൻ എന്തെങ്കിലും അറിയാണ്ട് ചെയ്തു കൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ പോയിക്കോട്ടെ സാറേ. അയ്യോ പ്ലീസ്, ഉപദ്രവിക്കാതെ. എന്നാടാ ഇത്? പ്ലീസ്. കിട്ടൂ. പറയുന്നൊന്ന് കേൾക്കണം സാർ. എന്റെ കുഞ്ഞു വഴിയിലായി പോയി സാർ. പറയുന്നൊന്ന് കേൾക്കണം. സാർ പ്ലീസ് സാർ. സാർ സാർ, എന്റെ കുഞ്ഞ് സാർ പ്ലീസ്. പോലീസുകാരെ തല്ലിയൊന്ന് ജീവിച്ചിരുന്നതാ. സാർ കിടക്കണം, കുഞ്ഞു വഴിയിലായി പോകും സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. ജാമ്യത്തിലിറക്കാൻ ഒരുപാട് ശ്രമിച്ചു. കൊടുക്കരുന്ന SP ഓർഡറാ. സാരമില്ല, നാളെ കോടതിയിൽ നിന്ന് വാങ്ങാം. ഇന്ന് രാത്രി കിട്ടു എന്റെ കൂടെ കഴിയട്ടെ. വരൂ കിട്ടു. പോട്ടെ. പ്രിൻസ് ബാറിൽ എന്തൊരു ഫ്രണ്ട് ഉണ്ട് അലക്സ്, ഒന്ന് വിളിച്ചു വിവരം പറയണം. ആ, ഞങ്ങൾ പോട്ടെ.
അച്ഛനോ? അച്ഛനിതെപ്പറ്റി മിണ്ടാതെയും പറയാതെയും. കാറന്തി? പെട്രോൾ അടിക്കാൻ പോയി. എവിടെ? അവളെവിടെ? ആര്? ആര്? ഞാൻ അറിഞ്ഞു. നീ എന്ന് അവളെ അച്ഛൻ വിളിക്കുന്നു പറ. ആരുടെ കാര്യം അച്ഛൻ പറയുന്നേ? മോളെ എപ്പോഴത്തെ മോളെ തമാശ എടുക്കരുത് കേട്ടോ. എനിക്ക് അവളെ കാണാൻ കൊതിയാകുന്നു മോളെ. എന്തുവാ അച്ഛനീ പറയുന്നേ? എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടാളും എന്നെ കളിപ്പിക്കുകയാണല്ലേ. ചിലപ്പോഴേ ഞാൻ ദേഷ്യപ്പെടുന്ന ഞാൻ ചൊളിച്ചു നിൽക്കായിരിക്കും. മോളെ എന്ന് പറ, അച്ഛനൊരു ദേഷ്യവും ഇല്ലെന്ന്. ഇതെന്തുവാ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വേണ്ട, നീ പറയണ്ട, ഞാൻ പോയി കണ്ടോളാം. മോളെ, അച്ഛൻ തോറ്റു. ഇങ്ങു പോരെ. 6-7 ദിവസം അന്വേഷിച്ച് വിഷമിച്ച് തിരിച്ചു വരിക. അവൾ എവിടെ? ഒന്ന് പറഞ്ഞോളെ. അച്ഛാ, അച്ഛൻ ആരെയാ അന്വേഷിക്കുന്നത്? നിന്റെ ചേച്ചിയെ. സതി ചേച്ചിയോ? ആ, സതി ചേച്ചി ഇവിടെ വന്നെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? ആരും പറയണ്ട, ഞാൻ കണ്ടു ബെന്നി മോനെ. ബെന്നിയോ? ആ. ഏത് ബെന്നി? സതിയുടെ മോൻ. നീ വടക്കേ മുതൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. അയ്യോ അച്ഛാ, അത് കിട്ടുവാണ്. ഇവിടെ കിരൺ. വേണ്ട, ഒന്നും പറയണ്ട. സതി ഇവിടെ ഉണ്ടോ? അമ്മയുടെ സത്യം സതി ചേച്ചി ഇവിടെ ഇല്ല. പിന്നെ ആ കുട്ടി? അച്ഛനോട് പറഞ്ഞില്ലേ അത് കിട്ടുവാണ്, കിരൺ എന്ന് പറയുന്ന ഒരാളുടെ ആണെന്ന്. അയാളിപ്പോ പോലീസ് സ്റ്റേഷനില്ല. കുടിച്ച് വഴി കിടന്ന് വഴക്കുണ്ടാക്കിയന്. അല്ല മോളെ, അത് നമ്മുടെ സതിയുടെ മോൻ ബെന്നിയാ. ദാ. ഹലോ ഹലോ. എന്നിട്ട് വിവരമില്ല. എവിടെ? പേരെന്താ? കിരൺ. എഴുന്നേര്. ശരിയായോ? ജാമ്യം ശരിയായോ സാർ? ഒക്കെ ശരിയായിട്ടുണ്ട്. എങ്കിലും ഒന്ന് അഴിക്കണം സാർ, എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. അതഴിക്കാ, നീ വാ. നീയാണോ കിരൺ? അതെ. ഇരിക്കാൻ. നിന്റെ കയ്യിൽ ഒരു പോമറേനിയൻ പട്ടിക്കുട്ടി ഉണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഇല്ല. നീ കിട്ടുമെന്ന് വിളിക്കുന്ന പട്ടിക്കുട്ടി എത്ര നാളായി അവനെ കിട്ടിയിട്ട്? 15 ദിവസം. നീ ഏതുവരെ പഠിച്ചു? ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ആഹാ, ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഒരു കുട്ടിയെ വഴിയരിയിൽ നിന്ന് കിട്ടിയാൽ അതിന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുക എന്ന സാമാന്യ മര്യാദ കാണിക്കേണ്ടതല്ലേ? അന്വേഷിച്ചോ? ഇല്ല. എന്തേ? അത് പോട്ടെ. ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞ് കുറെ പാവങ്ങൾ ജോലിയില്ലാതെ നടപ്പുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? കളഞ്ഞു കിട്ടി എത്ര നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവനൊരു പൊട്ടനാണെന്ന്? 2 ദിവസം. അപ്പോഴെങ്കിലും അവന്റെ രക്ഷിതാക്കളെ അന്വേഷിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ആകാമായിരുന്നില്ലേ? ഇപ്പം നീ ഉത്തരം പറയണം. അവന്റെ അമ്മയോടെ? എനിക്കറിയില്ല. നിന്റെ വഷളത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. എവിടെയാണ് അവന്റെ അമ്മ ആനി? എനിക്കറിയില്ല. അച്ഛനിവനെ എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുണ്ടോ? ആനിയുമായോ മൈക്കിളുമായോ ഇവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനാണ്. ഇയാളെ ഞാൻ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നില്ല. കഴിഞ്ഞ 15 ദിവസങ്ങളായി ബെന്നി ഒരു വളർത്തുപട്ടി എന്ന പോലെ കൊണ്ടു നടക്കുകയായിരുന്നു ഇവൻ. മുക്കുടിയൻ, വഴക്കാളി. ദേഷ്യം വന്നാൽ ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള ഒരു വഴിയോരത്തൊന്നും
ബെന്നിയെ കളഞ്ഞു കിട്ടിയതാണത്രേ. 3.5 വയസ്സുള്ള കുട്ടിയല്ലേ ഒറ്റയ്ക്ക് 70 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. സത്യമാണോ അതെല്ലാം? ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. കുട്ടിയുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. എനിക്കറിയണ്ട അവന്റെ അമ്മ എവിടെയാണെന്നാണ്. എനിക്കറിയില്ല. ഇവിടെ വെച്ച് അയാളെ ഒന്നും ചെയ്യരുത്. ഇവൻ അറിയാമച്ചോ, സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ ഇവന് സാധിച്ചിട്ടില്ല. അതിനെ ഇവന്റെ ഭാര്യ കൊന്നുകളഞ്ഞു. ആ വാശിയും കോംപ്ലക്സും ഒക്കെയാണ് ഇവന്. പോട്ടെ, എനിക്കിതൊന്നും അറിയണ്ട. ആനിയെ കിട്ടിയാൽ മാത്രം മതി. വരട്ടെ, പെന്നി വരട്ടെ. കുറച്ചൊക്കെ അവന്റെ ഭാഷ എനിക്ക് മനസ്സിലാവും. അവൻ വന്നിട്ട് മതി ഓരോരുത്തരെ സംശയിക്കുന്നതൊക്കെ. എന്താ നിങ്ങൾ തമ്മില്? കുട്ടി എന്താ പറയുന്നത്? ഇവിടെ 2 തത്തയുണ്ടായിരുന്നു. ഇവന് വലിയ ഇഷ്ടമായിരുന്നു. അതിലൊന്ന് ചത്തുപോയി. അവന്റെ അമ്മ എന്തെന്ന് ചോദിച്ചേ? അമ്മ കുട്ടി പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആനി വീട്ടിൽ ആരോടോ വഴക്കുണ്ടാക്കിയെന്നോ അവിടെ തന്നെ ഉണ്ടെന്നോ നമുക്കങ്ങോട്ട് പോകാമെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. നമുക്കങ്ങോട്ട് പോയാലോ? പോകാം. അവിടെ വീട് പൂട്ടിയിരിക്കുക. ഞാൻ പല പ്രാവശ്യം പോയതാ. സാരമില്ല, എന്റെ വേറെ താക്കോലുണ്ട്. പള്ളി വക വീടാണത്. എങ്കിൽ ഞാൻ ജീപ്പിലങ്ങ് വന്നേക്കാം. അതാണല്ലേ ആള്? അതെ, ഒന്ന് പറയച്ചാ. എന്തിനാ പാവത്തിന്? നീ ഒന്നും മിണ്ടാരി. ഇളയ ആൾ ഇതാണല്ലേ? അതെ. ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. ദാ. എവിടെ? ഇതായിരുന്നല്ലേ നിന്റെ മുജ്ജന്മ പരിചയം? ഇതല്ല അമ്മ. എന്തിയേ? അമ്മ കുത്തി. അവനെ കൊണ്ടുവന്ന്. അച്ചോ, ആളെ കണ്ട അറിയോന്ന് ചോദിച്ചേ. കണ്ടോ? ആരാന്ന്? മോനെ വാ. മോനെ, അമ്മ കുത്തി. ആളെ കണ്ട അറിയോ?
നോക്ക്, ഇവനാണോ? മോനെ, അമ്മയെ കുത്തിയില്ലേ? ഇവനാണോ? ഇനിയെങ്കിലും പ്ലീസ് ആ വിലങ്ങൊന്ന് അഴിച്ചു മാറ്റൂ. അവിടെ ഒന്ന് കുഴിക്കാൻ പറ.